ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഒട്ടനേകം സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അടുത്ത റീ റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണല്ലോ അമരം. സിനിമയുടെ ഏറ്റവും പുതിയ റീ റിലീസ് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ സിനിമ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യും. മമ്മൂട്ടിയുടെ തുടർച്ചയുള്ള 4 റീ റിലീസ് സിനിമകൾ പരാജയപ്പെട്ടെങ്കിലും അച്ചൂട്ടിയായിട്ട് എത്തുന്ന മമ്മൂട്ടിയുടെ അമരം എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ മലിക്കുട്ടി വാലിബന്റെ റിലീസിന് ശേഷം 1.5 വർഷത്തിന് ശേഷം ലിജു ജോസ് പെല്ലിശ്ശേരി അടുത്ത സിനിമ സംവിധാനം ചെയ്യാനായിട്ട് റെഡിയായിരിക്കുകയാണ്. AR റഹ്മാൻ സംഗീതം നൽകുന്ന ഒരു ബോളിവുഡ് സിനിമയാണ് LJP സംവിധാനം ചെയ്യുക എന്നും രാജ്കുമാർ ഹിറാനിയുടെ മകൻ നായകനായി എത്തുന്ന ഒരു ലവ് ഫാന്റസി വിഭാഗത്തിൽ പെടുന്ന സിനിമയായിരിക്കും LJP സംവിധാനം ചെയ്യുക എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റൂമേഴ്സ്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. ഷറഫുദ്ദീന്റെ നാളെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അത് ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയാണ്. ചിത്രം നാളെ ഒക്ടോബർ 16 എത്തുമ്പോൾ ഷറഫുദ്ദീൻ തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്റർടൈനർ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഒരു ഷറഫുദ്ദീൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ആയിട്ടുണ്ട്. മധു വിധു എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കറാണ് സിനിമയിൽ നായികാവേഷത്തെ അവതരിപ്പിക്കുന്നത്. ഈ ആഴ്ച തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സിനിമ അത് ഡ്യൂഡ് എന്ന സിനിമയാണ്. ഡ്രാഗൺ എന്ന സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തുന്ന സിനിമയിൽ മമിത ബൈജു കൂടി മലയാളത്തിൽ നിന്ന് അഭിനയിക്കുന്നു. പ്രീ റിലീസ് ബിസിനസ്സിലൂടെ സിനിമ ലാഭമായി എന്ന നിർമ്മാതാവ് തന്നെ കൺഫേം ചെയ്ത സിനിമയ്ക്ക് ഇപ്പോഴത്തെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടപ്പോൾ നല്ല ബുക്കിംഗ് നടക്കുന്നുണ്ട്. ചത്തപച്ച എന്ന സിനിമയുടെ ഗ്ലിംസ് ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഒരു കിടിലൻ വീഡിയോ കട്ടാണ് ഇതിനോടകം തന്നെ റിലീസ് ആയിരിക്കുന്നത്. അർജുന്റെ കരിയറിലെ വലിയ കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. നവംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ദുൽഖർ നായകനായി എത്തുന്ന കാന്ത എന്ന സിനിമ. തമിഴിൽ നിന്ന് വരാനിരിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പോഴത്തെ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡ്യൂറേഷൻ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ 2 മിനിറ്റ് 53 സെക്കൻഡ് ആണ് സിനിമയുടെ ട്രെയിലറിന് ദൈർഘ്യം. ആ ട്രെയിലർ റിലീസിനോടനുബന്ധിച്ച് തന്നെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം വരും. കാത്തിരിക്കൂ കൂടുതൽ കാന്ത വാർത്തകൾക്ക്. നാളെ ഒക്ടോബർ 16 തീയതി പൃഥ്വിരാജ് സുകുമാരന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് അഡ്വാൻസ് ജന്മദിനാശംസകൾ നേരുന്നു. പൃഥ്വിരാജിന്റെ അടുത്ത വലിയ മലയാളം സിനിമ കൂടി ഖലീഫ എന്ന സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. നാളെ രാവിലെ 10 മണിക്ക് സിനിമയുടെ ദി ബ്ലഡ് ലൈൻ എന്ന പേരിലുള്ള ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തു വരുന്നുണ്ട്. വിലായത്ത് ബുദ്ധ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൃഥ്വിരാജിന്റെ സിനിമയാണ്. നാളെ വൈകിട്ട് 6 മണിക്ക് സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ റിലീസ് ആകുന്നതാണ്. ഒപ്പം പൃഥ്വിരാജിന്റെ ജന്മദിനം പ്രമാണിച്ച് കൂടുതൽ സിനിമകളുടെ പോസ്റ്റേഴ്സ്, ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.